നമസ്കാരം. വാട്സപ്പ് ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ ഇമോജികളോ സ്റ്റിക്കറോ ഉപയോഗിച്ചാൽ കർശന നടപടി സ്വീകരിക്കാനൊരുങ്ങി ഒമാൻ. സ്വദേശികളുടെയോ ഒമാനി ഇതര വ്യക്തികളുടെയോ ചിത്രങ്ങൾക്ക് അനുമതിയില്ലാതെ ഇമോജികളോ സ്റ്റിക്കറുകളോ ആക്കി ഉപയോഗിച്ചാൽ ശിക്ഷാ നടപടികൾക്ക് വിധേയമാകേണ്ടി വരും. ഇങ്ങനെ ഉപയോഗിച്ചാൽ കനത്ത പിഴയോ തടവോ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും ഇത് ചിലപ്പോൾ നിങ്ങളുടെ സമൂഹ മാധ്യമ അക്കൗണ്ട് താൽക്കാലികമായോ പൂർണ്ണമായോ അടച്ചുപൂട്ടുന്നതിലേക്കും നയിച്ചേക്കാം. വാട്സപ്പിലൂടെ ഏത് തരം സ്റ്റിക്കറുകൾ സൃഷ്ടിക്കാനും ആപ്പ് വഴി പങ്കിടാനും കഴിയുമെന്നതാണ് പ്രത്യേകത. ഒരു നിയന്ത്രണവും മാനദണ്ഡവും പാലിക്കാതെയാണ് ഇത്തരം സ്റ്റിക്കറുകൾ വാട്സപ്പ് അനുവദിക്കുന്നത്. അടുത്തിടെയായി സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരം സ്റ്റിക്കറുകൾ ഉപയോഗിച്ചുള്ള പോസ്റ്ററുകൾ വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് നിരീക്ഷിക്കുന്നത്. ഇത്തരം പോസ്റ്റുകളിൽ ഒമാനി ഇതര വ്യക്തികളുടെ പരിഹാസഭാവങ്ങളുള്ള ചിത്രങ്ങളാണ് ഉള്ളത്. വ്യക്തികളുടെ സമ്മതമില്ലാതെ അവരുടെ പടങ്ങൾ ഉപയോഗിച്ചുള്ള സ്റ്റിക്കറുകൾ ഉണ്ടാക്കുന്നത് സ്വകാര്യ ജീവിതത്തിൻ്റെ വ്യക്തമായ നിയമലംഘനമായാണ് നിയമം കണക്കാക്കുന്നത്. ഇത്തരം ലംഘനങ്ങൾക്ക് 1 വർഷത്തിൽ കുറയാത്തതും മുന്നിൽ കൂടാത്തതുമായ തടവും 1000 റിയാലിൽ കുറയാത്തതോ 5000ത്തിൽ കൂടാത്തതോ ആയ പിഴയോ ലഭിച്ചേക്കാം. അല്ലെങ്കിൽ ഇവ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ലഭിച്ചേക്കാമെന്നും അതോറിറ്റിയെ ഉദ്ധരിച്ച് ഗൾഫ് മാധ്യമം റിപ്പോർട്ട് ചെയ്തു. ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തിൻ്റെ പവിത്രത ലംഘിക്കുന്നതാണ് സമ്മതമില്ലാതെ അവരുടെ ചിത്രങ്ങളും പോസ്റ്ററുകളും പ്രസിദ്ധീകരിക്കുന്നത്. ഡിസൈനുകളോ ചിത്രങ്ങളോ പലപ്പോഴും അധാർമികമായിരിക്കില്ല, എന്നാൽ അയാളുടെ വ്യക്തിത്വത്തെ ഹനിക്കുന്നതും ആയിരിക്കും.